ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര മോദി ആരാണ്? നരേന്ദ്രപ്രസാദ് അല്ലേ? കറക്റ്റാണ്. മോദിനെ കുണ്ടറയില് കൊണ്ടുവരുന്നതായിരിക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഞാനിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJP സപ്പോർട്ടറാണ്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഞാൻ ചിലപ്പോൾ ഒരു സംഖ്യ ആവാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞാൻ മണ്ടനാവാം. 100% ഞാൻ യോജിക്കുന്നു. ലാലേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല, ലാലേട്ടന്റെ ഓർമ്മ പോലും കാണില്ല. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എടാ ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, റിലാക്സ്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേഷ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? യാത്രികൻ എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു, അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അപ്പൊ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ചോദിക്കണം. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഞാൻ അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അവിടെ പോയി കിടന്നാൽ കുഴപ്പമില്ലല്ലോ. നീ ഊഞ്ഞാലിരുന്നോ, ആട്ടല്ലേ നീ. വേണ്ടെന്ന് പറഞ്ഞല്ലടാ പന്നി. സോറി.